പാകിസ്ഥാനെതിരെ തിരിച്ചടി ശക്തമാക്കി ഭാരതം. വെടിനിർത്തൽ കരാറിൽ നിന്ന് ഭാരതം പിന്മാറിയേക്കും. അതിർത്തിയിലെ പാക് പ്രകോപനം കണക്കിലെടുത്താണ് തീരുമാനം. 2021 ഫെബ്രുവരിയിലാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിന് ധാരണയായത്. അതേസമയം പാക് പൗരന്മാർ ഇന്ന് രാജ്യം വിടണം. വിസ കാലാവധി ഇന്ന് അവസാനിക്കും. മെഡിക്കൽ വിസ ഉള്ളവർക്ക് ചൊവ്വാഴ്ച വരെ തുടരാം. 2021 ഫെബ്രുവരി 25-നാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത്. ശേഷം 3 വർഷം അതിർത്തി ശാന്തമായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം പലതവണ പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അതിർത്തിയിൽ പാകിസ്ഥാൻ വെടിയുതിർത്തു. ഈ പശ്ചാത്തലത്തിലാണ് വെടിനിർത്തൽ കരാറിൽ നിന്നും പിന്മാറുന്നത് സംബന്ധിച്ച് ഭാരതം ആലോചിക്കുന്നത്. നിയന്ത്രണ രേഖയിലും രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ അന്താരാഷ്ട്ര അതിർത്തിയിലും ഭാരതം സേനാവിന്യാസം വർദ്ധിപ്പിച്ചു. ടാങ്കുകളും മറ്റ് അത്യാധുനിക ആയുധങ്ങളും അതിർത്തിയോട് ചേർന്ന് വിന്യസിച്ചിരിക്കുകയാണ്. അതേസമയം ഭാരതത്തിൽ കഴിയുന്ന പാക് പൗരന്മാരുടെ വിസ കാലാവധി ഇന്ന് രാത്രി 12 മണിക്ക് അവസാനിക്കും. മെഡിക്കൽ വിസയിൽ കഴിയുന്നവർക്ക് ചൊവ്വാഴ്ച വരെ തുടരാം. ജനം, ഡൽഹി.